വന്യമൃഗശല്യത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി ഇടുക്കി എം പി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ്. വന്യമൃഗശല്യം പരിഹരിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ പഞ്ചായത്തുകളിൽ നിന്നും നിർദ്ദേശങ്ങൾ തേടുന്നത് പ്രഹസനം മാത്രമാണെന്നും ശാശ്വത പ്രശ്നപരിഹാരത്തിന് സർക്കാർ ഒരു ഇടപെടലും നടത്തുന്നില്ലെന്നും എം പി കുറ്റപ്പെടുത്തി. ചിന്നക്കനാലിലടക്കം RRTയുടെ സേവനം വാക്കുകളിൽ ഒതുങ്ങി നിൽക്കുകയാണ്. ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന്റെ പരാജയം തുറന്നു സമ്മതിക്കണമെന്നും എം പി പറഞ്ഞു. വന്യമൃഗശല്യം പരിഹരിക്കുന്നതിന് വേണ്ടി എല്ലാ പഞ്ചായത്തുകളിലും നിർദ്ദേശങ്ങൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അതെല്ലാം കേവലം പ്രഹസനം മാത്രമാണ് എന്നുള്ളതിന്റെ തെളിവാണ് കഴിഞ്ഞ ദിവസം ശാന്തമ്പാറ പഞ്ചായത്തിൽ ചുണ്ടലിൽ പന്നിയാർ എസ്റ്റേറ്റിലുണ്ടായിട്ടുള്ള കാട്ടാന ആക്രമണത്തിൽ സംഭവിച്ചതായ ദാരുണമായ മരണം. അവിടെ ജോസഫ് എന്ന് പറയുന്ന വേലിച്ചാമി അദ്ദേഹം അതിദാരുണമായ നിലയിലാണ് പട്ടാപ്പകൽ മരണപ്പെടുന്നത്. ഏത് സാഹചര്യത്തിലും അതിനെ നീതീകരിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയാണ് ഇന്ന് നിലനിൽക്കുന്നത്. സർക്കാർ ഇക്കാര്യത്തിൽ ഉണർന്ന് പ്രവർത്തിക്കുന്നില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. മാത്രമല്ല, വളരെ നാളുകളായി RRTയുടെ സേവനം, അതുപോലെ മറ്റു തരത്തിലുള്ള പ്രശ്നപരിഹാരങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ കബളിപ്പിക്കുകയായിരുന്നു. RRT എന്നൊക്കെ പറയുന്നത് കേവലം വാക്കുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയാണ്. ഒരു സമയത്ത് ഏതെങ്കിലും തരത്തിൽ ഒരു വന്യമൃഗശല്യം ഉണ്ടാകും എന്ന് ബോധ്യപ്പെടുന്നുവെങ്കിൽ അവിടേക്ക് ദ്രുതഗതിയിൽ എത്തിച്ചേർന്ന് ആളുകൾക്ക് ആശ്വാസകരമാകുന്ന നടപടി സ്വീകരിക്കേണ്ട RRT ഇവിടെ വസ്തുതാപരമായി യാതൊന്നും ചെയ്യുന്നില്ല എന്നുള്ളത് നാം തിരിച്ചറിയണം. അപ്പോൾ ഈ ഘട്ടത്തിൽ സർക്കാരിന്റെ പാളിച്ചകൾ, സർക്കാരിന്റെ പരാജയം അവർ തുറന്ന് സമ്മതിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ധാരാളം ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ പഞ്ചായത്തുകൾ തോറും ഈ വിധത്തിലുള്ള പരാതികൾ പരിഹരിക്കാനാണെന്ന് എന്ന തരത്തിൽ പരാതികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ പരാതി? ഇപ്പോൾ ശാന്തമ്പാറ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രദേശത്ത് അരിക്കൊമ്പന്റെ അനുഭവമുണ്ട്. വളരെ പ്രതിഷേധങ്ങൾക്ക് ശേഷമാണ് അരിക്കൊമ്പനെ ഇവിടെ നിന്ന് പിടിച്ചു മാറ്റിയത്. ഒടുവിൽ ചക്കക്കൊമ്പനായി. ഈ ചക്കക്കൊമ്പനെ പ്രതിരോധിക്കാൻ എന്തെങ്കിലും നടപടി സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടോ? യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്യധികം ആശങ്കയിലാണ് നാൾക്കുനാൾ കഴിഞ്ഞുകൂട്ടുന്നത്. അപ്പോൾ ഈ ഘട്ടത്തിൽ സർക്കാർ ഈ പ്രഹസന പരിപാടികൾ നിർത്തിവെച്ച് അടിയന്തരമായി എത്രയും പെട്ടെന്ന് ജനങ്ങൾക്ക് ആശ്വാസം എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിക്കണം. ഇവിടെ ശാസ്ത്രീയമായ മാനദണ്ഡങ്ങൾ സ്വീകരിക്കണം. ഇവിടെ ഈ പറയപ്പെടുന്നത് പോലെ കാട്ടാനയുടെയും മറ്റ് വന്യമൃഗങ്ങളുടെയും എണ്ണം അത് നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിക്കണം. അപ്പോൾ ഇങ്ങനെ വിവിധങ്ങളായിട്ടുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അതിശക്തമായ പ്രക്ഷോഭത്തിലേക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസ്ഥാനം കടന്നു വരികയാണ്. തീർച്ചയായും ഈ നാടിനെ ബാധിക്കുന്നതായിട്ടുള്ള ഈ പ്രശ്നത്തിൽ ശാശ്വത പരിഹാരം ഉണ്ടാകുന്നതുവരെ MP എന്നുള്ള നിലയിൽ അതോടൊപ്പം തന്നെ ജനകീയ പ്രക്ഷോഭവുമായി മുന്നോട്ട് പോകും എന്നുകൂടി സൂചിപ്പിക്കുകയാണ്.